നമസ്കാരം, എസ് മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ മൊബൈൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു പുതിയ മൊബൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്കതിൽ ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മൊബൈൽ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പഴയ ഫോൺ തന്നെ നമുക്ക് റീസെറ്റ് ചെയ്ത് പുതിയ ഒരു മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ വളരെ സിമ്പിളായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്കൊരു മൊബൈൽ എങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ മൊബൈലാണ്, ഇത് ഒരു പഴയ മൊബൈലാണ്, ഞാൻ റീസെറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്, പുതിയൊരു മെയിൽ ID ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മുതലുള്ള എല്ലാ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോയും ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടത് എന്നുള്ളത് ഞാനിവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഓരോ മൊബൈലിൻ്റെയും ഒരു തീമൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ സിം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല, വിത്തൗട്ട് സിമ്മിലാണ്. അപ്പോൾ വീണ്ടും ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കുറഞ്ഞ സമയം ഒന്ന് അപ്ഡേറ്റ് ആകുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ. ചെക്കിംഗ് ഇൻഫോ അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിത്ത് യുവർ ജിമെയിൽ അക്കൗണ്ട്. അപ്പോൾ ഇമെയിൽ പഴയതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെയിൽ ID അതുപോലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ IDയിലേക്ക് നമ്മൾ ഈ ഒരു പുതിയ ഫോണിനെ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത ഫോണിനെ നിങ്ങളുടെ പഴയ മെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ എന്തിനു വേണ്ടി ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ളത് ഓപ്ഷൻ കാണാം, അതിൽ നമുക്ക് ഒരു ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇവിടെ മാസം സെലക്ട് ചെയ്തു. നിങ്ങൾ നിങ്ങളുടേതായ മാസം സെലക്ട് ചെയ്യുക. അപ്പോൾ ഡേ സെലക്ട് ചെയ്തു, നിങ്ങളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ജെൻഡർ ഇവിടെ കൊടുത്തു. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സ് നമുക്ക് നമ്മളുടെ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഇതിലേതെങ്കിലും വേണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. ഇനിയല്ല നിങ്ങൾക്ക് പുതിയ ഒന്നാണ് വേണ്ടതെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. ഈ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻസിൽ ആ ഒരു ബോക്സിൽ നമുക്ക് വേണ്ട മെയിൽ ID, ഇപ്പോൾ ഞാനിവിടെ ഒരു SN Media 2 എന്നുള്ള ഒരു മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് അടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഞാനിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പാസ്വേഡ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം അത് വീണ്ടും കൺഫേം ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഫോൺ നമ്പർ ഇല്ലാതെയാണ് ഇപ്പോൾ ഞാനിവിടെ. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്നുള്ളത് ഓപ്ഷൻ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിവ്യൂ യുവർ അക്കൗണ്ട്, നമ്മുടെ മെയിൽ ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ എഗ്രി ചെയ്യേണ്ടതുണ്ട്. എഗ്രി ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതേ രൂപത്തിൽ ചെക്കിംഗ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. വെയിറ്റ് ചെയ്യുക. ഇതിൽ നമുക്ക് നോ താങ്ക്സ് കൊടുക്കാം. പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഇവിടെ നൽകണോ എന്നുള്ളതാണ്, അത് നമ്മളിവിടെ ഒഴിവാക്കുകയാണ്. വീണ്ടും ഇതിൽ ഞാൻ സിം കാർഡ് ഉപയോഗിച്ചിട്ടില്ല, അതാണ് ഇതിൻ്റെ മറ്റൊരു വ്യത്യസ്തത. സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും ഓപ്ഷൻ. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ജസ്റ്റ് എ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ സെറ്റ് സ്ക്രീൻ ലോക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാനവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ ലോക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു മെയിൽ ID ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ID വെച്ച് മറ്റൊരു ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോക്ക് ഒരു എക്സ്ട്രാ ലോക്കായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ മെയിൽ ID ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു നമ്മുടെ മെയിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഗൂഗിൾ കമ്മ്യൂണിറ്റി ടീമിൻ്റെ
ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഹായ് സൈഫർ ഖാൻ, വെൽക്കം ടു ഗൂഗിൾ. നമ്മുടെ ഗൂഗിൾ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെൽക്കം ടു ജിമെയിൽ, നമ്മുടെ ഒരു ജിമെയിൽ ഐ ഡിയും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച മെയിൽ ഐ ഡിയാണ് നമ്മുടെ മെയിൽ ഐ ഡി. അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൽ ഐ ഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി എങ്ങനെ തയ്യാറാക്കാം, ക്രിയേറ്റ് മെയിൽ ഐ ഡി, ജിമെയിൽ ഐ ഡി, അതുപോലെ തന്നെ നമുക്കൊരു പുതിയ ഫോൺ കിട്ടിയാൽ അതിൻ്റെ ഒരു സെറ്റപ്പുമാണ് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതായി ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ വേണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ചാനൽ SN Media 1 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.